പ്രൈസ് ദ ലോർഡ്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയമുള്ളവർക്കും പ്രഭാതവന്ദനം. 2 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൽ യഹൂദ രാജാവായ ഹിസ്കിയാവിൻ്റെ ജീവിതത്തിൽ നേരിട്ട വലിയൊരു പ്രതിസന്ധിയും ആ പ്രതിസന്ധിയെ ഹിസ്കിയാവ് അതിജീവിച്ചതുമായ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അശൂർ രാജാവിൻ്റെ സേനാനായകനായ രബ്ശാക്കെ ഇസ്രായേൽ ദേശത്ത് യെരുശലേമിൽ കടന്നു വന്ന് എബ്രായ ഭാഷയിൽ ഹിസ്കിയാവിനെയും ഹിസ്കിയാവിൻ്റെ ദൈവത്തെയും ജനത്തെയും ഒക്കെ നിന്ദിക്കുമ്പോൾ അതിശക്തനായ അശൂർ രാജാവായ സൻഹരീബും സേനയും രബ്ശാക്കയുടെ വാക്കും എല്ലാം കേൾക്കുകയും കാണുകയും ചെയ്തപ്പോൾ ഹിസ്കിയ രാജാവ് വസ്ത്രം കീറി രട്ടുടുത്ത് ആലയത്തിൽ ചെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നീട് പ്രവാചകനായ യെശയ്യാവിൻ്റെ അടുക്കൽ ഹിസ്കിയാവ് ആളെ പറഞ്ഞയച്ചു. യെശയ്യാ പ്രവാചകൻ ഹിസ്കിയാവിൻ്റെ അടുക്കൽ വന്ന് ഹിസ്കിയാവിനെ ധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ പറയുന്നു. പ്രതിസന്ധിയുടെ മുമ്പിൽ തകർന്നു പോകാതെ ദൈവത്തിൽ ആശ്രയിക്കാനും ദൈവമുമ്പിൽ തന്നെ താഴ്ത്താനും ദൈവാലോചനയ്ക്ക് ചെവി ചായ്ക്കാനും മനസ്സ് വെച്ചത് നിമിത്തം ദൈവം നേരിട്ടിറങ്ങി വന്ന് ഹിസ്കിയാവിന് വേണ്ടി യുദ്ധം ചെയ്തു. അശൂർ രാജാവായ സൻഹരീബ് വന്ന വഴിയെ മടങ്ങിപ്പോകും. അവൻ ഈ നഗരത്തിലേക്ക് വരികയില്ല എന്നാണ് ദൈവാത്മാവ് പറഞ്ഞത്. അന്ന് രാത്രി യഹോവയുടെ ഒരു ദൂതൻ പുറപ്പെട്ട് അശൂർ പാളയത്തിൽ 1,80,000 പേരെ കൊന്നുകളഞ്ഞു. രാവിലെ ജനം എഴുന്നേറ്റപ്പോൾ അത്രയും പേർ ശവങ്ങളായി കിടക്കുന്നത് കണ്ട് അവർ പരിഭ്രമിച്ചു. അങ്ങനെ അശൂർ രാജാവായ സൻഹരീബ് മടങ്ങി നിനവയിലേക്ക് പോയി. അവിടെ അവൻ്റെ ദേവന്റെ ക്ഷേത്രത്തിൽ വെച്ച് അവൻ്റെ മക്കൾ തന്നെ അവനെ കൊന്നുകളഞ്ഞു. പ്രതിസന്ധികളുടെ മുമ്പിൽ അന്താളിച്ചു പോകാതെ തകർന്നു പോകാതെ ദൈവത്തിൽ ആശ്രയിക്കാൻ മനസ്സ് വെച്ച ദൈവം അവർക്ക് വേണ്ടി ചെയ്യുന്നത് അത്ഭുതകരമായുള്ള പ്രവൃത്തികളാണ്. ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് ഹിസ്കിയാവിനെ രക്ഷിച്ച ചരിത്രമാണ് ഈ അധ്യായത്തിൽ വായിക്കുന്നത്. 19-ാം അധ്യായം 30-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ യഹൂദാഗൃഹത്തിൽ ശേഷിച്ചിരിക്കുന്ന ഒരു രക്ഷിത ഗണം വീണ്ടും താഴെ വേരൂന്നി മീതെ ഫലം കായ്ക്കും. യഹൂദ വീണ്ടും താഴെ വേരൂന്നി മീതെ ഫലം കായ്ക്കും. ദൈവം നൽകുന്ന ഉറപ്പാണത്. തകർത്തു കളയുമെന്നും ഇല്ലാതെയാക്കുമെന്നും ഒക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുമ്പോൾ വെല്ലുവിളികളിൽ പരിഭ്രമിക്കേണ്ട പ്രിയരെ, ദൈവത്തിൽ ആശ്രയിക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടിയുള്ള അത്ഭുതകരമായ വിടുതലിൻ്റെ വഴികളുണ്ട്. നാം ചിന്തിക്കുന്നതോ നനയ്ക്കുന്നതോ അല്ല, അത്ഭുതകരമായ വിടുതൽ. അതാകുന്നു
2 രാജാക്കന്മാർ 19-ാം അധ്യായം നമുക്ക് തരുന്ന പാഠം. ദൈവമുമ്പിൽ കരയുക, ദൈവമുമ്പിൽ താഴുക, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ചെവി ചായിക്കുക. എങ്കിൽ ദൈവത്തിൻ്റെ വഴി നമുക്ക് വേണ്ടി തുറന്നു വരും. സ്നേഹവാനായ സ്വർഗീയ പിതാവേ, ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്നവരുടെ പ്രതിസന്ധിയിൽ അങ്ങയുടെ മുഖം അന്വേഷിക്കാൻ, അങ്ങയുടെ വിടുതലിൻ്റെ വഴി അനുഭവിപ്പാൻ സഹായിക്കണമേ. ഇന്നേ ദിവസം അങ്ങയുടെ സഖ്യത തരുന്ന ശുഭത നിന്റെ ജനം അനുഭവിക്കട്ടെ. എല്ലാ മഹത്വവും അങ്ങേക്ക്, യേശു ക്രിസ്തുവിൻ നാമത്തിൽ, സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.